ഹലോ മാഡം. ഹലോ, കമ്മീഷണറാ. ഞാൻ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് വിളിച്ചോന്നേ ഉള്ളൂ. മഹിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മഹിമയ്ക്കോ? അവക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ? അപ്പോ അവൾ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവള് വേറെ എവിടെ പോവാനാ മാഡം? ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം. ഈശ്വരാ, മഹിമ കാരണം ഞാൻ പെട്ടുപോകുന്നാ തോന്നേ. മഹിമ ജയിലിൽ തന്നെ ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവന് വെറുതെ തോന്നിയതാ. അല്ല, എനിക്ക് ഉറപ്പാ. എനിക്ക് അവളുടെ ശബ്ദം കേട്ടാ മനസ്സിലാവില്ലേ? അപ്പൊ ശബ്ദമേ കേട്ടുള്ളൂ, നീ മഹിമയെ കണ്ടില്ലേ? എങ്ങനെ കാണാനാ? കണ്ണിന് അവള് മുളക് പൊടി ഇട്ടില്ലേ? ഈ മണ്ടന്റെ വാക്ക് കേട്ടിട്ടാണോ ഞാൻ നേരിട്ട് തന്നെ വന്ന് അന്വേഷിക്കണമെന്ന് മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞത്? മാഡം, വീട്ടിൽ കയറിയത് മഹിമയായിരിക്കില്ല, പക്ഷെ ആരോ ഉറപ്പായിട്ടും കേറിയിട്ടുണ്ട്. സ്വപ്ന ബോധം പോയി കിടക്കുക. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോ അവള് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചെന്നാ പറഞ്ഞത്. അവക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്ന സ്വഭാവമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ മോഷ്ടിക്കാൻ വന്ന ഒരു ഹോം ടൂർ നടത്താനാണോ വന്നത്? ഇതാരാ ഇവിടെ വെച്ചത്? സ്വപ്നയാ. അവക്ക് ഉറങ്ങുന്നതിന് മുമ്പ് പാല് കുടിക്കുന്ന ശീലമുണ്ട്. എന്താ മാഡം? ഗ്ലാസിന്റെ അടിയിലായിട്ട് പൗഡർ പോലെ എന്തോ ഉണ്ട്. ചിലപ്പോ സ്ലീപ്പിംഗ് പിൽസ് പൊടിച്ചിട്ടതാവും. എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാ വിളിച്ചു പറയാം. ശരി മാഡം. വീട്ടിലേക്കല്ലേ മാഡം? അല്ല, വനിതാ ജയിൽ വരെ പോണം. അവൾ അവിടെ ഉണ്ടോന്ന് ഉറപ്പുവരുത്തണം. മഹിമ ഇതുവരെ വന്നില്ലല്ലോ. അവള് പറഞ്ഞ സമയം ആവുന്നതല്ലേ ഉള്ളൂ. അവള് നേരത്തെ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എന്ത് പ്രശ്നം? കമ്മീഷണർ അവളെ അന്വേഷിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തിനാ മഹിമയെ അന്വേഷിച്ചത്? അതറിയില്ല. ചിലപ്പോ മഹിമ സഞ്ജുവിന് പണി കൊടുത്തു കാണും. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിരിക്കും ഐശ്വര്യ മാഡം വിളിച്ചത്. നന്നായി. അപ്പോ മഹിമ ലക്ഷ്യം കണ്ടു. എന്ത് നന്നായെന്ന്? ആ ഐശ്വര്യ മാഡം അവളുടെ പിറകെ ഇങ്ങോട്ടെത്തുമെന്ന് എനിക്ക് തോന്നേ. അതിനു മുമ്പ് അവൾ എത്തും. എത്തിയാ മതിയായിരുന്നു. എന്താ സ്റ്റാർട്ട് ആവാത്തെ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ മാഡം. മാഡം, എന്താ മാഡം ഇത്ര ലേറ്റ് ആയിട്ട് ഇവിടെ? ചുമ്മാ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ അന്തേവാസികളും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഈശ്വരാ, മഹിമ പുറത്തു ചാടിയത് ഇവർ ഉറപ്പിച്ചു കാണുമോ? ഇനി എങ്ങാനും അവളെ മാഡം അറസ്റ്റ് ചെയ്ത് കാണുമോ? അങ്ങനെയാണെങ്കിൽ പെട്ടു. എന്റെ ജോലിയും പോകും, നാണക്കേടും ആവും. മാഡം എന്താ ആലോചിക്കുന്നത്? മാഡം, വർഷം കുറയായി നിർമ്മലി ഈ ജയില് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഒരു അന്തേവാസി പോലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് മാഡം എന്റെ ട്രാക്ക് റെക്കോർഡ്. അതൊരു ഗംഭീര റെക്കോർഡാണ്.
ആ റെക്കോർഡിന് ഒരു തരത്തിലും കോട്ടം സംഭവിക്കരുത് മാഡം. ഇവിടെ നിന്ന് ഇപ്പോ ഒരുത്തി രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത വന്നാ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. വെറുതെ റിസ്ക് എടുക്കണ്ട. നമുക്ക് എല്ലാ സെല്ലിലും പോയൊരു പരിശോധന നടത്താം. ഈ സമയത്ത് ഇത്രയും അന്തേവാസികളെ വിളിച്ച് ശല്യം ചെയ്തു കഴിഞ്ഞാൽ അവരാകെ പ്രശ്നം ഉണ്ടാക്കും മാഡം. ഇത് കുറച്ച് അച്ചടക്കമൊക്കെ ഉള്ള ജയിലാ. അതുപോട്ടെ, മാഡത്തിന് ഈ ഇൻഫർമേഷൻ എവിടുന്നാ കിട്ടിയത്? ഒരു അനോണിമസ് കോളായിരുന്നു. സ്വന്തം പേര് പോലും ഒരു ഇൻഫർമേഷന്റെ കൂടെ വെക്കാൻ ധൈര്യമില്ലാത്ത ഒരാളുടെ വാക്കുകേട്ട് ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കണോ മാഡം? സാരമില്ല മാഡം, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇനി മാഡത്തിന് വേണമെങ്കിൽ ഞാൻ ജഡ്ജിയെ വിളിച്ച് ഒരു സെർച്ച് വാറന്റ് ചോദിക്കാം. പക്ഷെ അങ്ങനെ ആവുമ്പോ ഏതെങ്കിലും അന്തേവാസി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതി അറിയിക്കേണ്ടി വരും. ഇതാവുമ്പോ നമ്മൾ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് അന്തേവാസിയെ പിടിച്ച് സെല്ലിലേക്ക് ഇട്ടാ മതി. മാഡത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ തന്നെ ഇരിക്കും. വരൂ മാഡം, നമുക്ക് ആദ്യം മഹിമയുടെ സെല്ലിൽ തന്നെ പോയി പരിശോധിച്ച് നോക്കാം. അവളുടെ സെല്ല് എവിടെയാ? അവിടെയാ. മാഡം വരൂ. മഹിമ എവിടെ? എനിക്കറിയില്ല. മാഡത്തിന്റെ ട്രാക്ക് റെക്കോർഡൊക്കെ പോയല്ലോ. മാഡം മാഡം മാഡം, എനിക്ക് നിങ്ങളുടെ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഒരു അന്തേവാസി ജയിലിൽ ചാടിയിട്ട് അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് പോലെ പറഞ്ഞ എത്ര വലിയ നാണക്കേടാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മാഡം മാഡം, ലൈബ്രറിയുടെ താക്കോല്. ഓക്കെ. ഇതെന്താ ഈ കുട്ടി രാത്രി പുറത്തിറങ്ങി നടക്കുന്നത്? സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാ മാഡം. രാവിലെ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടാറില്ല. രാത്രി ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കും. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന വിശ്വാസം. പഠിക്കുന്ന കുട്ടികൾ ജയിലിലായി പോയിന്ന് കരുതി പഠിക്കാനുള്ള അവസരം നഷ്ടമാകരുതെന്നുള്ള വാശി എനിക്കുണ്ട്. അതുകൊണ്ടാണ് മാഡം ഈ പ്രോഗ്രാം. മാഡം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. പിന്നെ ഇത്ര ലേറ്റ് ആയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഇറ്റ്സ് ഓക്കെ മാഡം. മാഡത്തിന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തുള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എന്താ വരാൻ വൈകിയേ? വരുന്ന വഴിക്ക് സ്കൂട്ടർ ഒന്ന് കേട് വന്നു. ഞാൻ എങ്ങനെയൊക്കെയോ ഓടിപ്പടച്ച ഇവിടെ എത്തിയതും ഡ്രസ്സ് മാറിയതും. പോയ കാര്യം എന്തായി? നല്ല 8ന്റെ പണി കൊടുത്തു. ആ എന്നാ വാ, നിന്നെ പൂട്ടാൻ സമയായി. എന്നെ കൂട്ടാതിരിക്കാൻ പറ്റുമോ?